ഞാൻ ഇന്നലെ ഒരു ചാനലിൽ കണ്ടു, ഒരു ഉമ്മ പറയുന്നു, എൻ്റെ മകൻ 8ാം ക്ലാസ് പഠിക്കാൻ തുടങ്ങുമ്പോഴേ കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന്. 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മുതലേ എൻ്റെ മകന് കഞ്ചാവ് അടിക്കാൻ. ഇവിടെ അടുത്ത് വളാഞ്ചേരിയിൽ ഒരു ചങ്ങാതി MDMന്റെ കഥ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ പറയുന്നു, ഉസ്താദ് എൻ്റെ മകന് 10ാം ക്ലാസ്സിലായതേ ഉള്ളൂ, +1-നായതേ ഉള്ളൂ, +2-നായതേ ഉള്ളൂ. അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല. അവൻ വാപ്പാടെ നേരെ കിടന്ന് ചീത്ത വിളിക്കുന്നു, എന്നെ തല്ലാൻ വരുന്നു. എന്തേ ഉസ്താദെ മക്കൾ ഇങ്ങനെ ആയിപ്പോയി? അവൻ കഞ്ചാവ് അടിക്കുന്നു, കള്ളു കുടിക്കുന്നു, എത്ര വഴുത് കെട്ടു, എത്ര ഉപദേശം കൊടുത്തു, എന്തൊക്കെ ചെയ്തിട്ട് ഇവൻ നന്നാകുന്നില്ല. എന്തേ കാരണം? നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് എന്തെല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കേൾക്കുന്നു? അള്ളാഹുവിന്റെ ഖുർആൻ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലല്ലോ. ആ മാറ്റം വരാത്തതിനൊരു കാരണമാണ് പറയുന്നത്. പേടിക്കണേ ബാപ്പാ, പേടിക്കണേ ചെറുപ്പക്കാരാ. എന്തുകൊണ്ടാണ് പ്രായമായിട്ട് നിന്റെ വാപ്പയ്ക്ക് നന്നാകാൻ പറ്റാത്തത്? നിന്റെ ഉമ്മയുടെ ദുസ്വഭാവങ്ങൾ മാറാത്തതിന്റെ കാരണം എന്താ? ഈ 60 വയസ്സുള്ള നീ പോലും ചെയ്യാത്ത പാപം നിന്റെ മക്കള് ചെയ്തുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. അവർക്ക് പേടിയില്ല. എത്ര വഅദ് പറഞ്ഞാലും അവര് കേൾക്കുന്നില്ല. അവര് കളിയാക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്. ഉമ്മ തന്നെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, അല്ലാ, ഇവരുടെ ഹൃദയം എന്തേ കരിമ്പാറയെ പോലെ ആയിപ്പോയോ? ഇവരുടെ ഹൃദയം എന്തേ കരിങ്കല്ലിനെ പോലെ ആയിപ്പോയോ? ആയിപ്പോയതാ സഹോദരാ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? വമൻ അദ്ലമു മിമ്മൻ ദുകിറ ബിആയാതി റബ്ബി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ കലാമിനെ ബഹുമാനിച്ചില്ലെങ്കിൽ, ഖുർആനിനെ പരിഗണിച്ചില്ലെങ്കിൽ, ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തില്ലെങ്കിൽ, ഖുർആനിനെ നിസ്സാരമാക്കി കളഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കിയ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വഇന തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. പേടിക്കണേ മുസ്ലിമേ, ഭയക്കണേ മുസ്ലിമേ. ഞാൻ പറഞ്ഞതല്ല, അല്ല പറയുകയാണ്. വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഒരിക്കലും നന്നാകില്ല, ഒരിക്കലും അവര് നന്നാകില്ല. അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാനിന്റെ വെളിച്ചം കേറൂല. അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിന്റെ അകത്ത് കേറൂല. എന്റെ പ്രിയപ്പെട്ടവരെ, നീ എത്ര കരഞ്ഞാലും, എത്ര